പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സോടെ ക്രൂശ് ചുമക്കുന്ന ഒരു ആത്മീയ ജീവിതം നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനഭാഗം, അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശിമിയോൻ എന്ന ഒരു കൊറോനാക്കാരന് അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു, യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ, യേശു തന്റെ ക്രൂശ് ചുമന്നു പോകുമ്പോൾ തളർന്നു വീഴുമ്പോൾ ആ ക്രൂശ് ചുമക്കേണ്ടതിന് കൊറോനാക്കാരനായ ഒരു മനുഷ്യനെ ചുമക്കുവാൻ ഏൽപ്പിക്കുക ചെയ്യുന്നത്. മനസ്സോടെ അവൻ ആ ക്രൂശ് ചുമക്കുന്നത് കാണാൻ കഴിയും. യേശു ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നാം സന്തോഷത്തോടെ നമ്മുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നു എങ്കിൽ സന്തോഷത്തോടെ ചുമക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലവിധ സഹനങ്ങളോ വേദനകളോ നൊമ്പരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞു പോകാൻ നമുക്കിടയാകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ക്രൂശിൽ എന്താണുള്ളത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കില്ലേ, ക്രൂശിൽ എന്താണുള്ളത്? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവാണ് ക്രൂശിലുള്ളത്. ഒന്ന്, അതിൽ ത്യാഗമുണ്ട്. ക്രൂശിൽ എന്തുണ്ട്? ത്യാഗം. ഫിലിപ്പിയർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ യേശു തനിക്കുണ്ടായിരുന്ന സകലതും സ്വയമേ ത്യജിച്ചു കളഞ്ഞു. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അതിന്റെ അർത്ഥം ത്യാഗത്തോടുള്ള ഒരു സമർപ്പണമായിരുന്നു കർത്താവിൻ്റെത്. ക്രൂശ് വഹിക്കുന്നവന് ത്യാഗത്തോടുള്ള ഒരു സമർപ്പണം ഉണ്ടാകും. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി അവന്റെ ജീവിതത്തെ ഉരിഞ്ഞു വെക്കുവാൻ ഇടവരും. 2, ക്രൂശിൽ സ്നേഹമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വചനത്തിൽ നമ്മോടുള്ള അവന്റെ അളവറ്റ സ്നേഹം മരണം വരെ അനുഭവിക്കുവാൻ തക്കവണ്ണം ക്രൂശിലെ മരണം നമുക്ക് വേണ്ടി സ്നേഹത്തെ പകർന്നു തന്നെങ്കിൽ, ആ പകർന്ന സ്നേഹം, സ്നേഹിതന് വേണ്ടി ജീവനർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞവന്റെ ആ അനുഭവത്തിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. ക്രൂശിൽ സ്നേഹമുണ്ട്. സ്നേഹം വഹിച്ചതാണ് നമ്മളെ ക്രൂശിലേക്ക് അടുപ്പിച്ചത്. ഒരു പരാതിയോ പരിഭവമില്ലാതെ, പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് വന്ന് പതിക്കാൻ ദൈവം ഇടയാക്കിയത് മനസ്സോടെ ക്രൂശ് ചുമക്കാനുള്ള ഒരു ആത്മീയ അഭിഷേകമുള്ളപ്പോഴാണ് മനസ്സിലാകുന്നത്. ക്രൂശിൽ ക്ഷമയുണ്ട്. പ്രിയമുള്ളവരെ, അവനെ അടിച്ചില്ലേ, അവനെ നിന്ദിച്ചില്ലേ, അവനെ പരിഹസിച്ചില്ലേ, അവനെ തുപ്പിയില്ലേ, അവനെ ഒറ്റപ്പെടുത്തിയില്ലേ, അവനെ കളിയാക്കിയില്ലേ? പരാതി ഉണ്ടായിരുന്നോ? ഒരു പരാതിയുമില്ലായിരുന്നു ക്രൂശിൽ. വലത്തുവശത്ത് കിടന്ന കള്ളനില്ലേ, അവനെ പരിഹസിച്ചില്ലേ? ഇടത്തുവശത്ത് കിടന്ന കള്ളനില്ലേ, അവനെ പരിഹസിച്ചില്ലേ? അവസാനം അതിൽ ഒരു കള്ളൻ, കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറയാ, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, യേശുവിന്റെ കൂടെ അപ്പറേ ഇപ്പറേയും ക്രൂശിൽ കിടന്നവർ പരിഹസിച്ചും തള്ളിപ്പറഞ്ഞവനും അവസാനം ഏറ്റു പറഞ്ഞപ്പോൾ അവൻ, യേശു പറയാ, എന്നോട് കൂടെ നീ ഇന്ന് പറുദീസയിലായിരിക്കുമെന്ന് പറയുന്നവന്റെ ആ ക്ഷമയും സ്നേഹവും കരുണയും നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? പ്രിയമുള്ളവരെ, നമ്മളെ ഇത്രയും അവഗണിച്ച, ഇത്രയും നമ്മളെ ഒറ്റപ്പെടുത്തി, ഇത്രയും നമ്മളെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ
ഇതുപോലെ സ്നേഹിക്കുന്നവന്റെ കൃപ അനുഭവിക്കാൻ പറ്റുമോ? ഈ ക്രൂശ് ഒന്ന് ചുമക്കാൻ പറ്റുമോ? ത്യാഗം, ക്ഷമ, സ്നേഹം, ഈ കൂട്ടായ്മ, അതില് ഈ ക്രൂശിൽ ഒരു നിത്യതയുണ്ടെന്ന് നമ്മൾ അറിയണം. ക്രൂശിൽ മരിക്കുന്ന കള്ളൻ യേശുവിനോട് അപേക്ഷിച്ചത് മരണാനന്തര ജീവിതമാണ്, മരണത്തിൽ നിന്നുള്ള വിടുതലല്ല. അല്പം പോലും സ്നേഹമില്ലാതെ കർത്താവേ, കള്ളന് നിത്യതയുടെ ഉറപ്പ് നൽകി. ഇത് ക്രൂശിലല്ലാതെ എവിടെയാ ഉള്ളത്? കള്ളന് ക്രൂശില് നിത്യതയുടെ ഉറപ്പ് കൊടുത്തൊരു കർത്തൻ നമ്മുടെ നടുവിലുണ്ടെങ്കിൽ, നിന്റെ നിരവധിയായ പാപങ്ങൾ മോചിക്കാൻ വേണ്ടി യേശുക്രിസ്തു സ്വയമായി യാഗമായി തീർന്നത്, അവൻ ചുമന്ന ക്രൂശ്, സ്വയമായി നമ്മൾ സ്വന്തം അവന്റെ ക്രൂശ് ചുമന്ന്, യേശു പറയാം, നിന്റെ ക്രൂശ് ചുമന്ന് നീ എന്നെ അനുഗമിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ മനസ്സോടെ കുരിശ് ചുമക്കുവാൻ ഞങ്ങൾക്ക് നിന്റെ കൃപയെ പകർന്നു തരണം. കുരിശ് ചുമന്ന ഖുറാനാക്കാരനായ മനുഷ്യനെ പോലെ നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ പൈതലിനെ നിന്റെ അഭിഷേകത്തിന്റെ കൃപയാൽ ബലപ്പെടുത്തണം. ഇത് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചവന്റെ അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കുവാൻ നീ ഈ പ്രമാദത്തിൽ ഇടയാക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.